അതെ, ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ഓ ബൈ ഒ സി യുടെയോ അവരുടെ ഫാമിലി ചാനലുകളുടെയോ ഒരു ഫോളോവറോ ഒന്നുമല്ല ഞാൻ. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന വീഡിയോസ്, അവരുടെ വീഡിയോസ് കണ്ടാൽ ജസ്റ്റ് കണ്ടുപോകും, അത്രേ ഉള്ളൂ. ഇതൊക്കെ മുന്നേ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. അവരെ എന്നല്ല, ആരെ സപ്പോർട്ട് ചെയ്താലും, സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും ആൾക്കാർ പറയുന്നത് അവരുടെ കുടുംബക്കാരിയായിരിക്കുമെന്ന്. അവരെ എതിർത്ത് പറയുകയോ അവരെ വിമർശിക്കുകയോ ചെയ്താലോ അവരുടെ അയൽക്കാരിയാണെന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുന്നേ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് പ്രശ്നത്തിന് കാരണമായ ആ ചിക്കൻ കറിയെ ഒന്ന് കണ്ടിട്ട് വരാം. ചിക്കൻ ബനാന, ചിക്കൻ ബനാന, 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 ചിക്കൻ ബനാന, ചിക്കൻ ബനാന, ചിക്കൻ ബനാന, 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 ചിക്കൻ ബനാന, ചിക്കൻ ബനാന, ചിക്കൻ ബനാന, ചിക്കൻ ബനാന, 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 ചിക്കൻ ബനാന, ചിക്കൻ ബനാന, ചിക്കൻ. ഇതാണ് ആ ചിക്കൻ കറിയും 4 പീസ് ചിക്കൻ കാലുകളും. ഇത് സ്വാഭാവികം. ചിക്കൻ കറി കണ്ടാൽ വായിൽ വെള്ളം വരാത്ത ആൾക്കാരില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പുറത്തെടുത്ത മുഴുവനുള്ള അടിച്ചു കയറ്റിക്കളയും. കരഞ്ഞാ കോഴിന്റെ മണം അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം. പച്ച ചിക്കൻ കണ്ടാലും കൊതി വരുന്ന വേറെ കുറച്ച് കൂട്ടങ്ങളുണ്ട്. അവരെ കുറിച്ച് തൽക്കാലം നമ്മളിപ്പോ പറയുന്നില്ല. ഇനി ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും ആസ്പദമാക്കപ്പെട്ട ആ ഒരു വീഡിയോ ഭാഗം കാണാം നമുക്ക്. ഞാൻ കണ്ടു. ഈ ഇവിടെ 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 ഉണ്ട്. ഈ ഒരു ഏരിയയിലുണ്ട്. തന്നെ കിട്ടിയ എന്റെ മനസ്സൂന് കാൽ കൊടുക്കേ. ഷാനി ബുക്ക് ചെയ്തു, അശ്വിൻ ബുക്ക് ചെയ്തു. അപ്പൊ എന്റെ കൊച്ചിന് ഹൻസ് കൃഷിക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞു. ഇൻകേസ് ചോദിച്ചാൽ അടിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നെ. വലിയ കുട്ടിക്ക് കാല് വേണ്ട. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഓസി ടാക്കീസ് എന്ന ദിയയുടെ യൂട്യൂബ് ചാനലിലെ 31 മിനിറ്റും 31 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ ഇത്. എന്തായാലും ഇതിലും കണ്ടന്റ് കണ്ടെത്തിയ ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളും ഇതിനിടെ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം പറയുന്നതും അതുപോലെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടം. അതിനെയും ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളോ അതും ധാരാളമുണ്ട്. അതിലേതോ ഒരു കമന്റിന് തിരിച്ച് ഒരു റിപ്ലൈ ചെയ്തു എന്നല്ലാതെ ഇതുവരേക്കും ദിയയും ഫാമിലിയും അതിന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതിനുമുണ്ട് കാരണം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകിച്ചെന്നല്ല, അവർക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവാം. ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രതികരിക്കുന്ന കൂട്ടുകാരാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ചു പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് തോന്നിയിട്ടും ആയിരിക്കാം ചിലപ്പോൾ. കമന്റുകൾ എന്ന് പറഞ്ഞില്ലേ, ആ കമന്റുകൾക്ക് ദിയ കൊടുത്ത ഒരു റിപ്ലൈ ആണത്. ഒന്ന് നോക്കിക്കേ. Such a disgusting comments. My mother treats him like her own son and hence takes the freedom to talk to him like she talks to us. My sister Ahana is 2 years older to him. So just because he is my husband, it does not mean each time my mother sees him, she should get up and bow down to him and touch his feet for blessings, as his mother does not do that seeing me either. Think before making such cheap statements. ദിയയെയും അവരുടെ ഫാമിലിയെയും ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിചിതമാണ്. ഏതൊരു കാര്യത്തിനും അവരുടേതായ അഭിപ്രായം പറയുകയും സ്റ്റേറ്റ്മെന്റുകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കുടുംബം. പക്ഷെ അതൊന്നുമല്ല കേട്ടോ രസം. നാടോടിയതും റിലേഷൻഷിപ്സ് ഒക്കെ കുറച്ച് ഓപ്പൺ ആയതൊന്നും അറിയാത്ത കുറച്ച് ചിലർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ദിയ പറഞ്ഞതുപോലെ മരുമകൻ എന്നൊരു വേർതിരിപ്പ് ചെയ്യാതെ സ്വന്തം മകനെ പോലെ കണ്ട് ഫോർമാലിറ്റീസോ പാർഷ്യാലിറ്റീസോ കാണിക്കാതെയുള്ള ഫാമിലീസും ഇപ്പൊ നിറയുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഓപ്പൺ ആയിട്ടുള്ള ഫാമിലിന്ന് ഓപ്പൺ ഫാമിലി. അങ്ങനെ മരുമകൻ എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് അയ്യോ മരുമകൻ വന്നല്ലോ എന്നൊരു ട്രീറ്റ്മെന്റ് നൽകാതെ, പാർഷ്യാലിറ്റി ഒന്നും കാണാതെ ഈക്വലായിട്ട് കാണുന്ന സമൂഹങ്ങളും ഫാമിലീസും പാരന്റ്സും ഇപ്പൊ നിറയെ ഉണ്ട്.
എന്റെ മൻസൂന് കാൽ കൊടുക്കണേ. ഇഷാനി ബുക്ക് ചെയ്തു, അശ്വി ബുക്ക് ചെയ്തു. അപ്പൊ എന്റെ കൊച്ചിന് ഹൻസ് പൊച്ചിക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞു. ഇൻ കേസ് ചോദിച്ചാൽ അവൾ അടിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നെ. വലിയ കുട്ടിക്ക് കാല് വേണ്ട. അതെ, ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായ ആ പ്രസ്താവന. ചെറിയ കുട്ടിക്ക് ചിക്കൻ കാല് കൊടുക്കണം, വലിയ കുട്ടിക്ക് ചിക്കൻ കാല് വേണ്ടെന്ന് എന്നൊക്കെയുള്ള ഈ ഒരു ഡയലോഗ്. ചെറിയ കുട്ടിക്കാണ് സാധാരണ ചിക്കൻ കാല് കൊടുക്കാറ്, നമ്മുടെ ഹൻസികയ്ക്ക്. ആ കുടുംബത്തെ വെച്ച് നോക്കുമ്പോൾ ഹൻസികയാണ് അവിടെ ചെറിയ കുട്ടി. ഏതൊരു അമ്മയെ പോലെ ഈ അമ്മയും പറഞ്ഞു ഹൻസിക മോക്കൊരു ചിക്കൻ കാല് കൊടുക്കണം എന്ന്. സ്വാഭാവികമാണല്ലോ അതൊക്കെ. ഇതേ സിറ്റുവേഷൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിരുന്നെങ്കിൽ മരുമകന് വിളമ്പി വെച്ച് കിച്ചണിൽ പോയി നോക്കി നിൽക്കുന്ന ഈ മദർ ഇൻ ലോ അമ്മായിയമ്മേനൊക്കെ ആയിരുന്നു കാണാൻ പറ്റുന്നത്. അവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ തിന്നുന്ന അമ്മായിയമ്മമാര് കേട്ടോ. അത് വെച്ചിട്ടാണെങ്കിൽ ദേ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. പോരാഞ്ഞിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്ത് കൂടി കഴിക്കുന്ന വീഡിയോ ആണിത്. അതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്തരം അമ്മായിയമ്മമാരുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞെന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിനൊക്കെ നാശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലും അറിയാത്ത കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ ഇതിനെ വിമർശിക്കാനൊക്കെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ ന്യായീകരിച്ചിട്ടാവാം, വിമർശിച്ചിട്ടാവാം, അതെന്തോ ആവാം. ഞാൻ അവരൊന്നും അതിന് കുറ്റം ഒന്നും പറയുന്നതും ഇല്ല കേട്ടോ. എനിക്ക് മാത്രം തോന്നിയ എന്റെ മാത്രം അഭിപ്രായമാണ്. കൂട്ടത്തിൽ കഴിച്ചവർക്കും പോട്ടെ, അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്ക് പോലും പ്രശ്നമില്ലാത്ത സ്ഥലത്താണ് ചുമ്മാ ഡയലോഗ് അടിക്കാൻ ആൾക്കാർ വന്നേക്കുന്നത്. അവരെയും പറയാൻ പറ്റില്ല കേട്ടോ. ഏതോ യുഗത്ത് നിന്ന് കേറുകയും മറ്റെങ്ങോ ചെന്നെത്തപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ. അത്രയേ ഉള്ളൂ.